ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം റെഫ്രിജറേഷൻ എയർ കണ്ടീഷൻ മെഷീനുകളിൽ കംപ്രസറിൻ്റെ ലൂബ്രിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രണ്ട് തരത്തിലുള്ള കംപ്രസർ ഓയിൽ അതല്ലെങ്കിൽ റെഫ്രിജറേഷൻ ഓയിലിനെ പറ്റിയാണ്. കംപ്രസറിനെ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ ഹാർട്ട് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നമ്മളുടെ ശരീരത്തിലെ ഹൃദയം അത് ബ്ലഡ് പമ്പ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഒരു റെഫ്രിജറേഷൻ സിസ്റ്റത്തിനുള്ളിൽ കംപ്രസർ റെഫ്രിജറൻറ്റിനെ പമ്പ് ചെയ്യുന്നത്. ഇവാപ്പറേറ്ററിൽ നിന്ന് വരുന്ന ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ റെഫ്രിജറൻറ്റ് ഗ്യാസിനെ കംപ്രസ് ചെയ്ത് കംപ്രസർ കണ്ടൻസർ എന്ന കമ്പോണൻറ്റിലേക്ക് വിടുന്നു. പലതരത്തിലുള്ള കംപ്രസറുകൾ റെഫ്രിജറേഷൻ എയർ കണ്ടീഷൻ ഫീൽഡിൽ ഉപയോഗിക്കാറുണ്ട്. റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ, റോട്ടറി കംപ്രസർ, സ്ക്രോൾ കംപ്രസർ, സെൻട്രിഫ്യൂഗൽ കംപ്രസർ അങ്ങനെ പലതരത്തിലുള്ള കംപ്രസറുകൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ കംപ്രസർ എന്ന് പറയുന്നത് ഒരുപാട് മെക്കാനിക്കൽ കമ്പോണൻറ്റിൻ്റെ ഒരു അസംബ്ലിയാണ്. കംപ്രസർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ മെക്കാനിക്കൽ കമ്പോണൻസിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഘർഷണ ബലം, ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ കംപ്രസർ ഓയിൽ അതല്ലെങ്കിൽ റെഫ്രിജറേഷൻ ഓയിലുകൾ ഉപയോഗിക്കുന്നത്. രണ്ട് തരത്തിലുള്ള റെഫ്രിജറേഷൻ ഓയിലുകളാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ അതിൽ വലതുഭാഗത്തിരിക്കുന്ന ഓയിലിനെ PAG ഓയിൽ എന്നാണ് പറയുന്നത്. PAG എന്ന് പറഞ്ഞാൽ പോളി ആൽക്കലൈൻ ഗ്ലൈക്കോൾ എന്നാണ് അതിൻ്റെ പേര്. ഇടതുഭാഗത്തിരിക്കുന്ന ഓയിൽ മിനറൽ ഓയിൽ എന്നാണ് അറിയപ്പെടുന്നത്. ഈ രണ്ട് റെഫ്രിജറേഷൻ ഓയിലുകളും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള റെഫ്രിജറൻസ് ഉപയോഗിക്കുന്ന സിസ്റ്റങ്ങളിൽ ഉപയോഗിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ രണ്ട് കംപ്രസർ ഓയിലുകളെ ഒന്ന് വിശദമായിട്ട് പരിചയപ്പെടാം. ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഓയിലിൻ്റെ പേര് PAG ഓയിൽ എന്നാണ്, അതല്ലെങ്കിൽ പാഗ് ഓയിൽ എന്നും പറയും. അതിൻ്റെ ഫുൾ ഫോം പോളി ആൽക്കലൈൻ ഗ്ലൈക്കോൾ എന്നാണ്. ഇത് ഉപയോഗിക്കുന്നത് HFC R134A എന്ന റെഫ്രിജറൻറ്റ് ഉപയോഗിക്കുന്ന സിസ്റ്റങ്ങളിലാണ്. HFC എന്നാൽ ഹൈഡ്രോ ഫ്ലോറോ കാർബൺ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ക്യാൻ ഒരു R134A റെഫ്രിജറൻറ്റിൻ്റെ ക്യാനാണ്. ഈ റെഫ്രിജറൻറ്റ് ഉപയോഗിച്ചിരുന്നത് റെഫ്രിജറേറ്റർ, ഡീപ് ഫ്രീസർ, കാർ AC, ബോട്ടിൽ കൂളർ, വിസിബിൾ കൂളർ തുടങ്ങിയ ഉപകരണങ്ങളാണ്. ഒരു സിസ്റ്റത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി നമ്മളൊരു കംപ്രസർ ഓയിൽ സെലക്ട് ചെയ്യുന്നത് ആ ഓയിലിൻ്റെയും ആ റെഫ്രിജറൻറ്റിൻ്റെയും മിസിബിലിറ്റി അനുസരിച്ചാണ്. മിസിബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന റെഫ്രിജറൻറ്റും അതിലുപയോഗിക്കുന്ന കംപ്രസർ ഓയിലും എത്രമാത്രം മിക്സ് ആവുന്നു എന്നതിനെ സൂചിപ്പിക്കാനാണ്. ഇത് ഒരു സിന്തറ്റിക് ഓയിലാണ്. ഇത്തരത്തിലുള്ള ഓയിലുകൾ ഫാക്ടറികളിൽ ചില പ്രത്യേക തരത്തിലുള്ള രാസവസ്തുക്കൾ ഏതെങ്കിലും തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻ വഴി നിർമ്മിച്ചെടുക്കുന്നതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള റെഫ്രിജറൻറ്റുകൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും സേഫ്റ്റി റൂൾസ് പാലിക്കേണ്ടതാണ്. ഇത് കൈകാര്യം ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഹാൻഡ് ഗ്ലൗസസ് ഉപയോഗിക്കേണ്ടതാണ്. ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലോ മറ്റോ പറ്റുകയാണെങ്കിൽ ഉടൻ തന്നെ നല്ല പച്ചവെള്ളവും കൂടാതെ സോപ്പും ഉപയോഗിച്ച് നന്നായി കഴുകി വൃത്തിയാക്കേണ്ടതാണ്. കണ്ണിലാണ് ഈ ഓയിൽ വീഴുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കഴുകുക. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ക്ലൗഡ് പോയിൻ്റ് വളരെ കുറവായിരിക്കും. ക്ലൗഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കംപ്രസർ ഓയിലിനെ പതിയെ തണുപ്പിക്കുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു പ്രത്യേക ടെമ്പറേച്ചർ ആകുന്ന സമയത്ത് അതിൽ അടങ്ങിയിരിക്കുന്ന വാക്സ് അതല്ലെങ്കിൽ മെഴുക് സെപ്പറേറ്റ് ആകും, അതല്ലെങ്കിൽ ഈ ഓയിൽ പതുക്കെ കട്ടിയാകാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലൂബ്രിക്കേഷൻ പ്രോസസ്സ് ശരിയായിട്ട് നടക്കാതെ വരും. അപ്പോൾ അത് കംപ്രസറിന് ഡാമേജ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ പാഗ് ഓയിലിൻ്റെ ക്ലൗഡ് പോയിൻ്റ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ഒരു ടെമ്പറേച്ചറാണ്, അതായത് 0 ഡിഗ്രിക്കും താഴെയായിരിക്കും. അതുകൊണ്ട് തന്നെ റെഫ്രിജറേഷൻ ഫീൽഡിൽ ഇതിന് ഒരുപാട് ആപ്ലിക്കേഷനുണ്ട്. റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റത്തിലെ ടെമ്പറേച്ചർ 0 ഡിഗ്രിക്കും താഴെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് റെഫ്രിജറേറ്റർ, ഡീപ് ഫ്രീസർ അങ്ങനെയുള്ള ഉപകരണങ്ങളിൽ R134A ഉള്ള സിസ്റ്റമാണെങ്കിൽ നമുക്ക് ഈ കംപ്രസർ ഓയിൽ യൂസ് ചെയ്യാൻ സാധിക്കും. ഈ കാണുന്ന ഓയിലിനെ മിനറൽ ഓയിൽ എന്നാണ് പറയുന്നത്. മിനറൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നത് എന്ന അർത്ഥത്തിലാണ്. പെട്രോളിയം പ്രോഡക്ട്സ് ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് മണ്ണിൻ്റെ അടിയിൽ നിന്നും കുഴിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിലാണ്. ക്രൂഡ് ഓയിൽ സംസ്കരിച്ചാണ് നമ്മൾ പലതരത്തിലുള്ള പ്രോഡക്ട്സ്, അതായത് പെട്രോൾ, ഡീസൽ, കെറോസിൻ അങ്ങനെയുള്ള പല പ്രോഡക്ട്സും ഉണ്ടാക്കുന്നത്. ആ സമയത്ത് അതിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് നമുക്ക് കിട്ടുന്ന ഓയിലുകളെയാണ് മിനറൽ ഓയിൽ എന്ന് പറയുന്നത്. മിനറൽ ഓയിലുകൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് R22 എന്ന റെഫ്രിജറൻറ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സിസ്റ്റങ്ങളിലാണ്. R22 എന്ന റെഫ്രിജറൻറ്റ് HCFC അതല്ലെങ്കിൽ ഹൈഡ്രജനേറ്റഡ് ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന കാറ്റഗറിയിൽ പെടുന്ന ഒരു റെഫ്രിജറൻ്റാണ്. പക്ഷേ ഇത്തരത്തിലുള്ള റെഫ്രിജറൻറ്റുകൾ ഭൂമിയുടെ ഓസോൺ പാളികൾ നശിപ്പിക്കും, കൂടാതെ ആഗോളതാപനത്തിന് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് ഈ HCFC ഗ്രൂപ്പിലുള്ള R22 എന്ന റെഫ്രിജറൻറ്റിൻ്റെ പ്രൊഡക്ഷൻ ഇപ്പോൾ ഒട്ടുമിക്ക രാജ്യങ്ങളും നിർത്തിക്കഴിഞ്ഞു. ഇന്ത്യയിൽ 2030 വരെ ഈ റെഫ്രിജറൻറ്റിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവും.
അതിനുശേഷം ഇതിൻ്റെ പ്രൊഡക്ഷൻ പൂർണ്ണമായിട്ടും നിർത്തുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള റിഫ്രിജറൻ്റ് ഉപയോഗിച്ചിരുന്ന സിസ്റ്റങ്ങളിലാണ് ഈ മിനറൽ ഓയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നേരത്തെ നമ്മൾ പരിചയപ്പെട്ട PAG ഓയിൽ ഒരു സിന്തറ്റിക് ഓയിലാണ്. മാത്രമല്ല അത് കൈകാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഈ മിനറൽ ഓയിൽ എന്ന് പറയുന്നത് പെട്രോളിയത്തിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ദോഷകരമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. R22 എന്ന റിഫ്രിജറൻ്റ് ഗ്യാസ് ഉപയോഗിക്കുന്നത് പഴയ മോഡലിലുള്ള സ്പ്ലിറ്റ് AC-കൾ, അതുപോലെ തന്നെ വിൻഡോ AC-കൾ, ഐസ് പ്ലാന്റുകൾ, കോൾഡ് സ്റ്റോറേജ് എന്നിങ്ങനെ ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടാണ്. കൂടാതെ പഴയ മോഡലിലുള്ള കസറ്റ് AC-കൾ, ഡക്റ്റബിൾ സ്പ്ലിറ്റ് AC-കൾ, കപ്പാസിറ്റി കുറഞ്ഞ സെൻട്രൽ AC പ്ലാന്റുകൾ എന്നിവയിലും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. കൂടാതെ റെഫ്രിജറേഷൻ എയർ കണ്ടീഷൻ ഫീൽഡിലുള്ള പുതിയ അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.